السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال سبحانه وتعالى: بسم الله الرحمن الرحيم. إن رحمة الله قريب من المحسنين. وقال النبي صلى الله عليه وسلم: لا يرحم الله من لا يرحم الناس، أو كما قال عليه الصلاة والسلام. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ എല്ലാവരുടെ മേലും കരുണ വർഷിക്കുന്ന, വാത്സല്യത്തിൻ്റെ നോട്ടം നോക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. അതിനെപ്പറ്റി വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ, അഥവാ 11ാമത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചതാണ്. അള്ളാഹുവിൽ നിന്നും കരുണ ധാരാളമായി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനായി പോകുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകുന്ന, അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെട്ടു പോകുന്ന ചില ദുർഗുണങ്ങളും ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കണക്കില്ലാതെ കരുണ പരിശുദ്ധ റമദാനിൽ വർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ റമദാനിൽ അള്ളാഹുവിൽ നിന്നും കരുണ വാരി കൂട്ടാനായി ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എല്ലാവരോടും കരുണ കാണിക്കുക എന്നുള്ളത്. കരുണയുടെ ഗുണം, വാത്സല്യത്തിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് കാരണമായി അള്ളാഹുവിൽ നിന്നും നമുക്ക് കരുണ കരസ്ഥമാകുന്നതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിലൂടെ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: കരുണ ചെയ്യുന്നവരോട് അള്ളാഹു കരുണ കാണിക്കുന്നതാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ജനങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹുവും കരുണ കാണിക്കുന്നതല്ല. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി: നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ജനങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കരുണയോടുകൂടി പെരുമാറുന്നവർക്ക്, വാത്സല്യത്തോടുകൂടി പെരുമാറുന്നവർക്ക്, മയമായി പെരുമാറുന്നവർക്ക് അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരോട് കരുണയില്ലാതെ പെരുമാറുന്നവർ, അക്രമം കാണിക്കുന്നവർ, പരുഷമായി പെരുമാറുന്നവർ, അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ തടയപ്പെടുന്നതുമാണ്. പരിശുദ്ധമായ റമദാൻ മാസം എന്നുള്ളത് മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനായി വലിയ രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ വാരിക്കൂട്ടാനായി നമ്മുടെ ജീവിതത്തിൽ കരുണയുടെ ഗുണം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ ഹദീസുകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരുണ ചെയ്യാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുന്നതല്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അതുകൊണ്ട് തന്നെ കരുണ കാണിക്കാത്ത അവസ്ഥ പരിശുദ്ധ റമദാനിൽ ഉണ്ട് എങ്കിൽ, മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്ന അവസ്ഥ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരോട് വാത്സല്യം കാണിക്കാത്ത അവസ്ഥ, പരുഷമായി കോപത്തിൽ പെരുമാറുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള മോശമായ ഗുണങ്ങൾ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഉണ്ട് എങ്കിൽ റമദാനിൽ പോലും കരുണയിൽ നിന്നും അവർ തടയപ്പെട്ടു പോകുന്നതാണെന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കരുണയിൽ നിന്നും നാം തടയപ്പെട്ടു പോവുകയും ചെയ്യും. കരുണ ചെയ്താൽ കരുണ ലഭിക്കും, കരുണ ചെയ്തിട്ടില്ല എങ്കിൽ കരുണയിൽ നിന്നും തടയപ്പെട്ടു പോകുന്നതുമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാവരോടും കരുണ കാണിക്കണം, എല്ലാവരോടും വാത്സല്യത്തിൽ പെരുമാറണം, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കണം, ആരോടും അക്രമം കാണിക്കാൻ പാടില്ല, ആരോടും കോപിക്കാൻ പാടില്ല. ദേഷ്യം എന്നാൽ ആ ദേഷ്യത്തെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. എന്തെങ്കിലും അക്രമം മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായാൽ, അനിഷ്ടമായ കാര്യം മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായാൽ അതിനെ ക്ഷമിച്ചു കൊടുക്കണം. ഒരിക്കലും അതേ രീതിയിൽ തിരിച്ച് അക്രമം കാണിക്കാൻ പാടില്ല, അതേ രീതിയിൽ തിരിച്ച് പെരുമാറാൻ പാടില്ല. നേരെ മറിച്ച് റമദാനാണെന്ന ചിന്തയോടുകൂടി അതിനെ ക്ഷമിച്ചു കൊടുക്കണം.
എല്ലാവരോടും ഈ രീതിയിൽ കരുണ കാണിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ കരുണ വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് റമദാനായിട്ടും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവരോട് കോപിക്കുന്നവരാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, ഇഷ്ടമില്ലാത്ത കാര്യമുണ്ടായാൽ ക്ഷമിച്ചു കൊടുക്കുന്നതിന് പകരം, കരുണ കാണിക്കുന്നതിന് പകരം അവരോട് കോപിക്കുകയും അതേ രീതിയിൽ തിരിച്ച് അക്രമം അവരോട് കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ അള്ളാഹുവിൻ്റെ കരുണ കണക്കില്ലാതെ വർഷിക്കുന്ന ഈ മാസത്തിൽ പോലും നമുക്ക് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്, അക്രമം കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. അള്ളാഹുവിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലഅനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ശാപം എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാകുന്നതെന്നാണ് അള്ളാഹുവിൻ്റെ ശാപം എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നതല്ല, അവർ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കപ്പെടുന്നതാണ്. അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന, മറ്റുള്ളവരോട് അന്യായം കാണിക്കുന്ന ആളുകൾ, അവർക്ക് ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെടുന്നതാണ്. നമ്മുടെ കീഴിലുള്ള ആളുകൾ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, ഇങ്ങനെ തുടങ്ങി ആരോടെല്ലാം നമുക്ക് ബന്ധമുണ്ടോ അവരോടെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. ആരോടും മോശമായി പെരുമാറാൻ പാടില്ല, ആരോടും കോപിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെക്കാൾ താഴ്ന്നവരായിരിക്കും. ആരാണെങ്കിലും റമദാൻ മാസത്തിൽ ആരോടും കോപിക്കാൻ പാടില്ല. എല്ലാവരോടും കരുണയുടെ പെരുമാറ്റമായിരിക്കണം പെരുമാറേണ്ടത്. അവരിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാലും അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കൊടുക്കുകയും അവരോട് വാത്സല്യത്തിൻ്റെയും കരുണയുടെയും വാക്കുകൾ പറയുകയും ചെയ്യണം. ഈ ഗുണം ഇല്ലാത്ത അവസ്ഥയുണ്ടായാൽ അവർക്ക് അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെടുന്നതാണെന്ന് പരിശുദ്ധ ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി, അലാ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ കരുണ ഇഹ്സാനുള്ള ആളുകളുടെ ഏറ്റവും അടുത്താണ്. അഥവാ ഇഹ്സാനുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹു വാരിക്കോരി നൽകുന്നതാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക, ആരോടും മോശമായ രീതിയിൽ പെരുമാറാതിരിക്കുക. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ ലഭിക്കാൻ നാം ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ഇഹ്സാൻ എന്നുള്ളത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, കരുണയോടുകൂടി പെരുമാറുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും വലിയ മുഹ്സിനായിരിക്കണം. നമ്മുടെ ഭാര്യയുടെ അടുക്കൽ ഇഹ്സാൻ ഉണ്ടാവണം, മക്കളോട് ഇഹ്സാൻ ഉണ്ടാവണം, മാതാപിതാക്കളുടെ ഇഹ്സാൻ ഉണ്ടാവണം. എല്ലാവരോടും നല്ല രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. എല്ലാവരോടും കരുണ കാണിക്കണം. എന്നാൽ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുന്നതാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് നമ്മൾ മുഹ്സിനീങ്ങളായിരിക്കണം. റമദാൻ മാസമാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിഭാരം കുറച്ചു കൊടുക്കണം, അവരോട് കരുണ കാണിക്കണം, വാത്സല്യത്തോടു കൂടി സംസാരിക്കണം. അവരിലുണ്ടാവുന്ന ചില ചെറിയ ചെറിയ വീഴ്ചകൾ അതിനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഈ രീതിയിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോടും നമ്മൾ മുഹ്സിനീങ്ങളായിരിക്കണം, നന്മയുള്ളവരായിരിക്കണം. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, എല്ലാവരോടും നമ്മൾ മുഹ്സിനീങ്ങളായിരിക്കണം. എല്ലാവരോടും പരിശുദ്ധ റമദാനിൽ കരുണ കാണിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ഇങ്ങനെയുള്ള ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും റമദാനിൽ അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഒരിക്കലും കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. റമദാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ബന്ധം മുറിക്കുക എന്നുള്ളത്. അത് കുടുംബബന്ധമാകട്ടെ, സുഹൃത്ത് ബന്ധമാവട്ടെ, ഏത് ബന്ധവുമായിക്കൊള്ളട്ടെ, മറ്റൊരാളോട് ബന്ധം മുറിച്ച് കഴിയുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നതല്ല. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബന്ധം മുറിച്ച് കഴിയുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്, ശാപമുണ്ടെന്ന് പറയുകയുണ്ടായി. അഥവാ അവർ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കപ്പെടുന്നതാണ്. റമദാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ ഇറങ്ങുകയും ചെയ്യുന്ന അവസ്ഥ ബന്ധം മുറിച്ച് കഴിയുന്ന ആളുകൾക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാകാത്ത ഒരു കൂട്ടം ആളുകളാണ് കുടുംബബന്ധം മുറിച്ച് കഴിയുന്ന ആളുകളെന്നുള്ളത്. അതുകൊണ്ട് ആരോടും ബന്ധം മുറിക്കാൻ പാടില്ല. ആരോടെങ്കിലും ബന്ധം മുറിച്ച് കഴിയുന്നുണ്ട് എങ്കിൽ റമദാൻ മാസത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടിയെങ്കിലും അവരോടുള്ള ബന്ധത്തെ നന്നാക്കണം. അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി കുറച്ച് താവണമെങ്കിൽ താന്നു കൊടുക്കണം. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും താന്നു കൊടുത്താൽ അവനെ അള്ളാഹു ഉയർത്തുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചെടുക്കുന്ന ആളുകളാണെങ്കിലും അങ്ങോട്ട് നന്നാവാനായി നമ്മൾ പരിശ്രമിക്കണം. ഇങ്ങോട്ട് അവർ നന്നായിട്ടില്ല എങ്കിലും നമ്മൾ നന്നാവാനായി അങ്ങോട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ
അള്ളാഹുവിൻ്റെ ശാപത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങൾ നന്നാക്കാനായി നമ്മൾ പരിശ്രമിക്കണം. അത് നന്നാക്കിയിട്ടില്ല എങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധ റമദാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാത്ത അവസ്ഥ നമുക്കുണ്ടാവുന്നതാണ്. റമദാനിൽ പോലും കരുണ നമ്മളിൽ നിന്നും തടയപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കണക്കില്ലാതെ അള്ളാഹു കരുണ വർഷിക്കുന്ന ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനായി എല്ലാവരോടും കരുണയോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും മയത്തോടുകൂടിയും പെരുമാറേണ്ടതുണ്ട്. ബന്ധങ്ങൾ അടുപ്പിക്കുകയും ബന്ധങ്ങൾ ചേർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ മുറിക്കുന്നത് കാരണമായും മറ്റുള്ളവരോട് മോശമായി കരുണയില്ലാതെ പെരുമാറുന്നത് കാരണമായും മറ്റുള്ളവരോട് അക്രമം പ്രവർത്തിക്കുന്നത് കാരണമായും മറ്റുള്ളവരോട് കോപിക്കുന്നതും മറ്റുള്ളവരോട് മോശമായ രീതിയിൽ വർത്തിക്കുകയും ചെയ്യുന്നത് കാരണമായി പരിശുദ്ധ റമദാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെട്ടു പോകുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ കരുണയെ കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.